ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു രംഗ. നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് പാർട്ട് 3. നമ്മുടെ വൈബ്രൻ്റ് ഷീൽഡ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യണമല്ലോ. എവിടെ പോയി കുറച്ച് ഗ്രാഫിക്സ് ഇതിപ്പോൾ കാണാൻ നമുക്കറിയില്ല. പൈസ അപ്പം നമ്മൾ ഈ വൈബ്രൻസ് എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ കുറച്ചുകൂടി ഗ്രാഫിക്സ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്രൈറ്റൻസ് കാണില്ല. ഇത്ര കൂട്ടിയ തന്നെ ഇനി നോക്കാം. നല്ല പവറിലാവില്ല, നല്ല പവറിലാവില്ല കണ്ടി പ്രശ്നമൊന്നുമില്ല. അപ്പം എന്താ ലോഡിങ് ഉണ്ട്, ലാഗ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നോക്കട്ടെ, നമുക്ക് ലാഗ് ഉണ്ടോ? സർവൈവലിൻ്റെ എത്തിയിട്ടുണ്ട്. വലിയ ഗ്രാഫിക്സിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. സൂര്യൻ അസ്തമിക്കണ്ട. അപ്പോൾ ഞാൻ പോയിട്ട് എനിക്ക് ഇങ്ങനെ കളിക്കണ്ട, മറ്റേ പോലെ കളിക്കണം. ഞാൻ സെറ്റിങ്സിൽ പോയിട്ടുണ്ട്. ഇസ്ക്രിസ് എന്നിട്ട് പറയാ ക്യാരറ്റിൻ്റെ കാര്യം നോക്കുന്നതൊന്നും മാറ്റട്ടെ. ഇതല്ല മനുഷ്യൻ്റെ കൈ കളയാണെങ്കിൽ ഇതല്ല തെറ്റി, ഓപ്ഷൻ തെറ്റി. ഒക്കെ ഫുള്ള് കിടക്കട്ടെ, എല്ലാം ഫുള്ള് കിടക്കട്ടെ, എല്ലാം ഫുള്ള് തന്നെ കിടക്കണം. അപ്പം നമ്മൾ ഇന്ന് തീയ വന്നേ. അതെ 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 അതെ, ഇവിടെ ഉണ്ട്. ഏറ്റവും മുകളിലേക്ക് ആക്കി വെച്ചിട്ട് എന്ത് തേങ്ങ എന്താ പോവാത് ആക്കടിക്കാത്. പൈ മൊബൈലാണ്. ഗ്രാഫിക്സ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം തോന്നുന്നില്ല. നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എനിക്ക് വലിയ ഗ്രാഫിക്സിൽ വ്യത്യാസം തോന്നുന്നില്ല. നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാനിപ്പോൾ ഫുള്ള് ഗ്രാഫിക്സ് വേണ്ടി ചെയ്തിട്ടിട്ടാണ്. ഇപ്പോൾ കുറിച്ചില്ല, ഒന്നും തോന്നുന്നില്ല. ചിലവർ പി സിയിൽ ഫുൾ ഗ്രാഫിക്സ് ഇട്ടിട്ട് പി സി കത്തുണ്ടെന്നാണ്. ഞാൻ ഇട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ ഫുൾ ഗ്രാഫിക്സ് ഇട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ചെറുതായി സ്റ്റെക്കും തോന്നുന്നു. സമസ്യ കുഴപ്പമുണ്ടാവില്ല. ഷെയ്ഡൊക്കെ ഒന്നും അടിക്കുന്നുണ്ട്. നമ്മുടെ അയൺ ആർമറൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെസ്റ്റ് കിട്ടും. ബാക്കി കുറേ അയണിരിക്കുന്നുണ്ട്. അയൺ ടൂൾസൊക്കെ ആക്കണമെങ്കിൽ വിശക്കണുണ്ടോ? ഇല്ലായിരിക്കും. അയ്യോ എടുത്ത് കളയല്ലേ. അയൺ എടുക്കട്ടെ, സ്റ്റിക്ക് കൊടുത്തേ. കഫീനിലൊക്കെയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. നമുക്ക് ആദ്യം ഒരു അയൺ ആക്സ് വേണം. പിന്നെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സോഡ് ആവശ്യം ഉണ്ടാവുമായിരിക്കില്ലേ. അതിൽ അയൺ സോഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ആർമറിൻ്റെ ആവശ്യമില്ല, ബക്കറ്റിൻ്റെ ആവശ്യമില്ല. കുറച്ചൊരു സ്റ്റിക്ക് എടുക്കണം. 8 സ്റ്റിക്ക് എടുത്തിട്ട് ഏഴാണോട് ക്രാഫ്റ്റിൽ പോയിട്ട് ആക്സ് അയൺ ആക്സ് വെട്ടിയിട്ടുണ്ട്. സൂര്യനെക്കാട്ടുണ്ട് ഉറങ്ങാനല്ലേ. എന്താ സെറ്റ് അയൺ എടുത്തേക്കട്ടെ. കഴുകട്ടെ 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 കഴുകട്ടെ. നമുക്ക് സോഡ് ഇരിക്കട്ടെ കയ്യിൽ. ആക്സ് എടുത്ത് സെറ്റ് വെക്കട്ടെ. ഇനി ഇതെന്താ കയ്യിൽ വെക്കണ്ടേ?
ആപ്പിൾ ആപ്പിളും നല്ലതാണ്. ഗോൾഡൻ ആപ്പിൾ കഴിക്കട്ടെ. ഗോൾഡൻ ആപ്പിൾ നമുക്ക് ആവശ്യം ഇപ്പില്ല. പക്ഷെ ഉണ്ടാവും, പക്ഷെ ഇപ്പില്ല. മൈനി ഞാൻ എങ്ങോട്ട് പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയാലും പാടിരിക്കുകയാണ്. മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ നല്ല കേവുമ്പോൾ ഇതിപ്പോൾ മറ്റേ പോയ കേവില്ലേ? അതെ ഇവിടെ മറ്റേ എന്താണ് മറ്റേ ട്രെയിൻ ഗ്രാഫിക്സ് കൂട്ടിണ്ടായി. അതുകൊണ്ട് വെള്ളത്തിന് വല്ല വ്യത്യാസം ഉണ്ടോ? ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. അതൊക്കെ കാണാൻ പറ്റില്ല. കണ്ടിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഏത് വീഡിയോയിലും 500 വിഷ്വൽസ് ഇല്ലാതെ കളിച്ചിട്ട് ഇപ്പോൾ ലുക്ക് ഉണ്ടാവില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല. മാക്സിമം ആക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഞാൻ വന്നിട്ട് ഇത്ര കേൾവിക കാര്യം. കുറച്ച് കോള് മാത്രമേ ഉണ്ടാവുള്ളൂ. കേവില് ഇരുട്ടൊന്നുമില്ല, നല്ല വെളിച്ചൊന്നുമില്ലേ. അത്യാവശ്യം വെളിച്ചൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ കോളൊക്കെ എടുത്തിട്ടുണ്ടാവില്ല. ഇതിവിടെ എന്നിട്ട് വലിയൊരു കയറിയിട്ടുണ്ട്. അയാളൊന്നും കാണില്ല. അല്ല, അയാൾ കിട്ടിയിട്ട് വലിയ കാര്യമില്ല. ഇനി നമുക്കുള്ളത് നമ്മൾ മോഡ്സൊന്നുമില്ല. ടോർച്ച് പറ്റില്ല. ടോർച്ചൊക്കെ ചെയ്യുന്നു. ടോർച്ചില്ലാതെ ആരെങ്കിലും ഇത്രയും വലിയ കേൾവിക്ക് ഇറങ്ങിയിട്ട് എനിക്ക് വാങ്ങില്ല. ചേട്ടന് ആർമറുണ്ട്. അതാ ഇതാണ്. ഇങ്ങനെ നമുക്ക് താഴത്ത് എത്താൻ പറ്റില്ല. ഡൈമണ്ടൊക്കെ എടുത്തോണ്ട് പോകണ്ടല്ലേ. അതിന് കിട്ടുകയാണ് മൈനി ചെയ്യാതിരിക്കണ്ടല്ലോ. വേറെ എന്തെങ്കിലും ആവശ്യം കിട്ടിയാലും അയ്യാന്ന് വെച്ച് ഈ ഭാഗമാണ് മറ്റേ ഈ ഭാഗത്തായിട്ടാണ് ശരിക്കും എനിക്ക് സ്പോണാവണത്. ഡയമണ്ട് ഞാൻ കുളിച്ച് പോകുമ്പോൾ വലിയ വീടിൻ്റെ കിട്ടുന്നത് അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പീസ്ഫുള്ളിലാണ്. കാരണം നമുക്ക് റെഡ് സ്റ്റോൺ എടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ. കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാര്യം ഉണ്ടെങ്കിൽ സൂര്യൻ്റെ വെളിച്ചടിക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ കാണുന്നില്ല കേട്ടോ. നമ്മൾ ഡയമണ്ടും തപ്പി വന്നപ്പോൾ ഡയമണ്ടും ഇല്ല, ഒരു അയറും പോലും ഇല്ലല്ലോ. അത് പുച്ഛിച്ചിട്ട് പോകണ്ടായിരുന്നു ഗൈസ്. അതായിരിക്കുന്നു ഡയമണ്ട്. എൻ്റെ മോനെ എല്ലാവരും ലൈവായിട്ട് കാണണ്ടാവും. ഡയമണ്ട്സ് ഐ എം ഗോയിങ് ടു മൈൻ ഡയമണ്ട്സ്. ബെസ്റ്റ് തോന്നി. ഇവിടെ ആയിരിക്കും ഡയമണ്ട്. പണി കിട്ടിയല്ലോ. ഡയമണ്ട് ലാവയിൽ പോയി. ലാവാണ് വഴി അടച്ചു. ഡയമണ്ട് കിട്ടിയോ നോക്കട്ടെ. മര്യാദക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നോക്കിയാൽ മതി. പക്ഷെ ആകെ കിട്ടിയ ഡയമണ്ടും പോയി. ശ്രദ്ധിച്ചുണ്ടാവില്ല ലാഭമുള്ളതായിട്ട്. ഡയമണ്ട് പോയി. ഡയമണ്ട് നോക്കണ്ട. അയണ് ഇരിക്കുന്നുണ്ട്, ഗോൾഡും ഇരിക്കുന്നുണ്ട്, അതും ഇരിക്കുന്നുണ്ട്. ഇത് വെറ്റിക്കാൻ പറ്റുമോ?
അയാണ് ഇരിക്കണല്ലോ. അത് വലിയ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ടാകാതിരിക്കുന്നു. ഇത് ഒഴുകി പോയിക്കോ. കത്തി പോയി. പക്ഷെ ഒഴുകി പോവാൻ ഞാൻ വന്നു. ഡയമണ്ട് കണ്ടു. ഡയമണ്ട് മുന്നിൽ വെച്ച് തന്നെ ഇല്ലാണ്ട് നാലായിരിക്കുമ്പോഴാണ് അവളുണ്ടായത്. ഇനിയും നമുക്ക് ഡയമണ്ട് കിട്ടും. പക്ഷെ ഈ കേവിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ പോയി നോക്കിയിട്ടില്ല. ഇനിയും ഡീപ്പറിൽ സെർച്ച് ചെയ്യാനുണ്ട്. ഞാൻ പോകുന്നില്ല. കാരണം എനിക്കറിയാം പോവും. വഴി കയറാൻ വഴി എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതേ സ്ഥലത്ത് തന്നെ കയറുന്നില്ല. എല്ലായിടത്തും കയറിയാലും അവിടെ തന്നെ എത്തുക. പിന്നെ അവിടുന്ന് പുറത്തുനിന്ന് നീങ്ങി പോകണമെന്നുള്ളൂ. അങ്ങോട്ട് റിസ്ക് എടുത്തിട്ട് ചാടിയിട്ടുണ്ട്. അമ്മാതിരി കേവിൽ വന്നിട്ട് അയണമെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിലും എൻ്റെ ഓണം എപ്പോൾ തത്തേനെ. എന്തായിട്ടൊന്നുമില്ല. പൊട്ടിക്കോ എന്നിട്ട് അതാവുന്നുണ്ട്. വെച്ച സ്ഥലം കിട്ടിയില്ല. എങ്കിലും അറിയാം ഇല്ല. മാറിപ്പോ മാറിപ്പോ മാറിപ്പോ. പക്ഷെ ഇത് പോയാൽ വിളിക്കാൻ പോകട്ടോ. വിളിക്കാൻ പോയാൽ പണിയുണ്ടോ? എന്തായാലും കിട്ടുന്നത്. കൈസങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡയമണ്ട് കേട്ടോ. ആദ്യത്തെ ഡയമണ്ട് കിട്ടി. അത് ലാപ്പിൽ ചാമ്പലായിപ്പോയി. ഇതാണ് കേവ് എന്ന് പറയുന്നത്. മാതിരി കേവിലൊക്കെ പോകണം. ഇവിടെ ലാഭം. അത്ര രണ്ടാമത്തെ ഡയമണ്ട്. എനിക്ക് വേണ്ടി 2 ഡയമണ്ട് വെച്ചു. ഞാൻ അതിനോട് ചേട്ടാ പോയതല്ലേ. ഇനിയും നമുക്ക് നമ്മുടെ വഴി കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? 3 എണ്ണം ശരിക്കും ഞാൻ പറഞ്ഞില്ലല്ലോ. അത് 4ാമത്തെ. ഇമാതിരി കീഴിൽ പോയാലല്ലേ കിട്ടുള്ളൂ. 4ാമത്തല്ല 3ാമത്തത് 5ാമത്തത് 6ാമത്തത്. എൻ്റെ ഇവിടുന്ന് എത്തുമോ പൊടിക്കാൻ? അത്ര എൻ്റെ ദൈവമേ. ഇന്ന് ഞാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ റൈമിൻ്റെയൊക്കെ. പക്ഷെ തിരിച്ച് കയറാൻ റിസ്ക്. അതുകൂടി മുട്ടിച്ചിട്ട് പോകും. 6 ഡയമണ്ട് 7 എണ്ണം ആവേണ്ടതായിരുന്നു. കരിനാക്കാനുള്ളത് അടുത്ത ഡയമണ്ട്. ഇത് മൊത്തം 7 ഡയമണ്ടായി. ഞാൻ വലുതായിട്ട് ഒന്നും കണ്ടുപിടിക്കാറില്ല കേട്ടോ. ഏത് വേൾഡ് വന്നാലും എൻ്റർഡ്രാഗനെ കൊല്ലാറില്ല. എൻ്റർഡ്രാഗൻ എനിക്ക് കിട്ടാറില്ല. ഡയമണ്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മാത്രം. പക്ഷെ ഇതിപ്പോൾ 7 എണ്ണം ആയല്ലോ. അതാ 7 എണ്ണം ഒന്നുമില്ല. 8 എണ്ണമായി. 8 എണ്ണം ഒന്നുമല്ല 9 എണ്ണം ഇപ്പോൾ. 9 എണ്ണം ആയിപ്പോൾ. എന്തൊരു ലക്കാണ് ആലോചിക്കുന്നത്. വേസ്റ്റ്. ഇതെന്താ വാർഡൻ്റെ സ്ഥലമാണ്. വാർഡൻ്റെ സ്ഥലം. വാർഡൻ്റെ ഇതാ ശരിയാണല്ലോ. പകുതിക്ക് വാർഡൻ്റെ സ്ഥലമായിരുന്നല്ലോ. ഇത്രയും ഡയമണ്ട് ഒന്നും കിട്ടാറില്ല കേട്ടോ. 9 എണ്ണമായിട്ടാ. അതൊന്നും വലിയ കാര്യമാണ്. പക്ഷെ 9 എണ്ണമായി നമ്മൾ തളർന്നിട്ട് ഇവിടുന്ന് നിൽക്കാൻ പാടില്ലല്ലോ. ഞാൻ സെർച്ച് ചെയ്യണം. ഈ ഭാഗത്തൊക്കെ കയറി പോകണം മുകളിലേക്ക്. അതിനാണ് പറ്റുന്നത്.
പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറിയില്ലെങ്കിൽ എനിക്ക് 10ാമത്തെ ഡയമണ്ട് കിട്ടുമോ? ഇനി 10 ഡയമണ്ട് എനിക്ക്. ആരെങ്കിലും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. 10 ഡയമണ്ട് ഇനിയും കിട്ടും. ഭയങ്കര വലിയ കേവല്ലേ. ഇങ്ങനത്തെ കേവുകളൊന്നും ഇല്ലട. ഇങ്ങനത്തത് ചെറിയ കേവ്. ചെറിയ കേവ് എന്തായാലും വലുതാവല്ലോ. ഞാൻ പോയിട്ടുള്ള ഏറ്റവും വലിയ കേവ് ഇതാണ്. ഐകണൊക്കെ ഇഷ്ടം പോലെ കാണാനുണ്ട്. നമുക്ക് ഐകണും കോപ്പറൊന്നും ഇല്ല വേണ്ടത്. ഡയമണ്ട്സ് 10 ഡയമണ്ട്സ്. ഇനി ഇങ്ങോട്ട് ഇറങ്ങി റിസ്ക് ആണ്. നമ്മളങ്ങനെ ഇറങ്ങി വരുന്നില്ല. ഇവിടെ വഴിയുണ്ട് കേട്ടോ. ഈ കുഞ്ഞു ഭാഗത്ത് എനിക്ക് ഡയമണ്ട് ഉണ്ടാവും. ഇനി ആ ഭാഗത്തേക്ക് കൊണ്ടുപോകും. കുറേ റിസ്കുകളും ഉണ്ടാവും. അപ്പോൾ അയ്യണൊക്കെ കാണാനുണ്ട്. അയ്യൊന്നും എടുക്കുന്നില്ല. കാരണം അയ്യൻ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ച അയ്യനുണ്ട്. അതെടുക്കാത്ത അല്ലെങ്കിൽ പിന്നെ എടുക്കാതിരിക്കുമോ? വീട്ടിൽ അയ്യൻ മൊത്തം പറക്കി എടുക്കില്ല. ഞാൻ ഇതേ അടുത്ത ഡയമണ്ട് 11 ഡയമണ്ട്. 11 ഡയമണ്ട്. ഇനിയും ഡയമണ്ട് മാതിരി വലിയ കേവല്ലേ. അത് അടുത്ത ഡയമണ്ട് 12 ഡയമണ്ട്. ഈ ഡയമണ്ട് ഇല്ലാണ്ടിരിക്കില്ല. ഈ കേളിൽ എന്തായാലും ഒരു ഉൾമോജാങ്ക് ഇത് എനിക്ക് കിട്ടിയിട്ടും ബെസ്റ്റ് സീഡ് ആയിരിക്കണം. ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ സീഡ് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായി. പറ്റിച്ചല്ല, ഏറ്റവും ലാസ്റ്റ് എത്തിക്കാൻ പറഞ്ഞു. അത് നമുക്ക് ഇപ്രാവശ്യം പറഞ്ഞു മറക്കുന്നു. ഇപ്പം ചത്തയെന്ന് വെച്ചാൽ പഴുതിച്ചാവും. നമ്മൾ ആ വഴിക്കല്ല, നമുക്ക് ഈ വഴിക്കാണ് പോകണ്ടേ. അല്ലല്ലോ, ഇത് വാർട്ടേണ്ട സ്ഥലല്ലേ. എൻ്റെ ദൈവമേ, ഞാൻ വാർട്ടേണ്ട സ്ഥലത്ത് എത്തിയാ. വെറുതെ ഇല്ല 12 ഡയമണ്ട് കിട്ടിയേ. ഗൈസ്, എനിക്ക് ഇപ്പം ഞാൻ വീഡിയോ കൊണ്ടുവരുന്നത് നല്ലത്. കാരണം ഞാൻ വാർഡൻ്റെ ആ ഭാഗത്താണ്. ആർക്കെങ്കിലും വാർഡനെ കാണാതെ ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വാർഡൻ്റെ സ്ഥലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കാണുന്നത്. അന്ന് പോയി നോക്കട്ടെ. വാർഡെന്ന് പറഞ്ഞാൽ കുഞ്ഞ വാർഡൻ്റെ സ്ഥലം. കുഞ്ഞ വാർഡൻ്റെ സ്ഥലം. പക്ഷെ അങ്ങോട്ട് വാർഡൻ്റെ സ്ഥലമല്ലേ ആയിരിക്കണല്ലോ. അല്ലല്ലേ, വാർഡൻ്റെ ശബ്ദം ഉണ്ടാക്കണ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ വാർഡൻ്റെ ശബ്ദം ഉണ്ടാക്കി കൊടുക്കും. വാർഡൻ വയ്യോ? ഏയ്, വാർഡൻ വേണമെങ്കിൽ വാർഡൻ്റെ സ്ഥലം വേണ്ടേ? ഈ ഭാഗത്ത് വാർഡൻ വയ്യോ? ഞാൻ പറഞ്ഞില്ലേ? അല്ല ഇല്ലേ. അപ്പം ഗൈസ്, വാർഡൻ വയ്യ. വാർഡൻ വലിയ സ്ഥലമാണ്. ഡയമണ്ടൊന്നും കിട്ടണില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ കിട്ടിയൊന്നും പോരാ. വാർഡൻ്റെ ശബ്ദം എനിക്കറിയില്ല. വാർഡൻ വാർഡൻ സ്പോണാവുന്നു. ശബ്ദം കേൾക്കുന്നുണ്ടോ പോലെ പേടിയാണ്. നമ്മളിത്ര പ്രോയാണ്. നമ്മൾ അവിടെ വരെ കണ്ടാട്ടായ ഡയമണ്ട് കണ്ടിച്ച് നമ്മളെ 13ാമത്തെ ഡയമണ്ട്. അവിടെ വരെ എങ്ങനെ? അയ്യോ, അതാ എവിടെയാ? അതാ
താഴ്ത്തിരിക്കുന്നു. 13 14ാമത്തെ ടൈമില് മുകളിൽ ഇടയ്ക്കൊക്കെ നോക്കണം എന്ന് ഇപ്പം മനസ്സിലായി. എൻ്റെ മോനെ പൊട്ടിച്ചെന്തെങ്കിലും നന്നായിട്ട് അടുത്ത ടൈമിൻ്റെയും കിട്ടി. ഇതേ ആ ഡയമണ്ട് പൊട്ടിച്ച് നന്നായി ഇതേ അടുത്ത ഡയമണ്ടും കിട്ടി. ഇങ്ങനെ കയറി വന്ന ഡയമണ്ട് കിട്ടാതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ 15 ഡയമണ്ട്, 16ാമത്തെ ഡയമണ്ട് കണ്ടതാ. കുട്ടികളെന്ന് തോന്നുന്നില്ല. ഏഴാമത്തെ ഇനി വേണം. സ്റ്റോൺ വേണം. ഡയമണ്ട് കണ്ടല്ലേ ഇവിടെ സ്റ്റോൺ വേണം. അത് ഡയമണ്ട് കിട്ടുന്ന നോക്കണ്ടല്ലോ കേട്ടോ. ഞാനങ്ങനെ സ്റ്റോൺ വേണമെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഡയമണ്ട് കണ്ടിരുന്നത്. ഇവിടെ സ്റ്റോൺ ആവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ അത് കൃത്യം സ്പോൺ ആയതിലാവരെ അവിടെ നമുക്ക് റിസ്ക് ഉള്ളത് പിന്നെ ചെയ്യാം. ശരിക്കും റിസ്ക് ഉള്ളത് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇതൊന്നും പോരാ, കുറേ വേണം. ആദ്യ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് കയറാനുള്ള വഴി ശരിക്കും ചോദിച്ചാൽ അറിയത്തില്ല. അത് കണ്ടുപിടിക്കാം. പതിനഞ്ച് ഡയമണ്ട് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ പോരാണ്. പേസ്റ്റ് ഇത് മതിയായിരുന്ന. ഇനി ഉണ്ടാകാത്ത പൊട്ടിക്കുന്ന എന്തായാലും വേറെ എവിടെയെങ്കിലും അവിടെ കണ്ടാലേ അങ്ങോട്ട് കയറാൻ ചോദിച്ചിട്ടുണ്ട്. അത് പോട്ടെ, അങ്ങോട്ട് കയറാനില്ല, തിരിച്ച് വീട്ടിൽ കയറാൻ വേറെ ആവശ്യമുണ്ട്. അല്ല അതാ കിടക്കുന്നത് നമ്മുടെ 16ാമത്തെ റേഞ്ച്. അതാ ഞാൻ എന്താ ആ വഴിക്ക് പോയപ്പോൾ 17ാമത്തെ 18ാമത്തെ എവിടെയാണെന്ന് എനിക്കറിയാം. അത് എടുക്കണം. അത് നിരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കണ്ടത് അതാതിരിക്കുന്നു. ഇതെന്തോട്ട് ചെയ്യാൻ ഇപ്പം ഡയമണ്ട് ഒട്ടും ആവശ്യമില്ലാത്തതായല്ലോടാ. എനിക്ക് അങ്ങനെയുണ്ട് ഇപ്പോൾ. പക്ഷെ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഡയമണ്ട് 30-40 ഡയമണ്ട് അതെനിക്ക് സംശയമില്ല. അതിനകത്ത് ഉപകാരം അതൊക്കെ കിട്ടി. അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീൻ നമ്മൾ പോണതിൽ ആവരം എടുക്കാം. അപ്പോൾ ഡയമണ്ടൊക്കെ അങ്ങോട്ട് നീങ്ങി ലാവരെടുക്കുക. പിന്നെ ഡയമണ്ടെന്ന് പറഞ്ഞാൽ
അല്ല 12 ഡയമണ്ട് പോയാൽ കുഴപ്പം. നമുക്ക് നമ്മുടെ ഡയമണ്ട് കിട്ടണല്ലേ കൊള്ളായതുകൊണ്ട്. എന്ത് തേങ്ങയാണ് ഡയമണ്ട് കിട്ടാതെ? നമ്മുടെ 18 ഡയമണ്ട്, 19, 20, 21 കാണും കാണും. ഡയമണ്ട് കിട്ടും. കിടക്കണത് ഞാൻ കഴിക്കുന്നില്ലേ? എടാ ഇത് എന്തൂട്ടോ അതിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് എടുക്കാൻ പറ്റാത്തവന്ന് ആരെങ്കിലും ഉണ്ടോ? അത് ഈ വെള്ളം കഴിഞ്ഞു. എടാ ഇത് എനിക്ക് നേരത്തെ വെള്ളം വേണം, പഴി നിർത്താൻ പറ്റില്ല. ആ വാങ്ങട്ടെ. കുറെ ഗോൾഡ് ഇരിക്കണ്ട. ഈ ഗോൾഡ് എന്ത് ചെയ്യാൻ എനിക്ക് വേണം. ആയിരത്തി 21 ഡയമണ്ടിനല്ല കുറിച്ച് വേണം നമുക്ക്. മൊത്തം ഇപ്പം 23 ഡയമണ്ട് ഉണ്ട്. 24ാമത്തെ ഡയമണ്ട് എവിടെയാണ് നമുക്ക് അറിയാം. ഇവിടെ ഇല്ല കേട്ടോ. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം.
ഞാൻ ഒരു പ്രോ തന്നെ. മൊത്തം 23 ഡയമണ്ട് കിട്ടി. 24 ഡയമണ്ട് കണ്ടിട്ട് അതിപ്പോൾ എങ്ങനെ എടുക്കുന്ന ആലോചിക്കുക. കണ്ടോ? അയ്യോ അതവിടെ അയ്യോ അത് ഇപ്പോഴാണ് വിളിച്ചത്. എന്ത് തേങ്ങയാണ്. പിന്നെ അങ്ങോട്ട് കയറണ്ടേ. ഗൈസ് ഡയമണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ച് പോവാനാണ്. ഞങ്ങൾക്ക് മുകളിൽ കയറാൻ കുറച്ചുകൂടി വേണം.
ഗൈസ് അപ്പം എന്താണ് 38 മിനിറ്റായി. ഇത്ര നേരം നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് മയങ്ങി. മൊത്തം പറയണ്ടല്ലോ 28. ഇനി കണ്ടാ പിന്നെ എടുത്താ അത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ വരാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. വശത്തൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ എവിടെ എത്തി? ഇവിടെ നിന്നൊക്കെ അവിടെ തന്നെ പൊട്ടിച്ച് അല്ലേ. നമ്മൾ പൊക്കത്തേക്ക് കണ്ട കയറി പോവാൻ. എന്നാലാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തണ്ടേ. എനിക്ക് മുകളിലേക്ക് കുളിച്ച് പോകാൻ വയ്യ. അത് വേണ്ടേ നമുക്ക്. അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വന്ന വഴി കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾക്ക് വഴി കണ്ടുപിടിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ അവിടെ കിടന്ന് 1 മണിക്കൂർ പിടിക്കും. അത് തന്നെ വഴി കണ്ടുപിടിക്കും. ഗായ്സ്, അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇടങ്ങാറായിട്ട് നമ്മൾ ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നല്ല ഇപ്പോഴത്തെ പ്രശ്നം. നമ്മളെവിടെ പോകണം? ഇവിടുന്നാ നമ്മൾ കുഴിച്ചു തന്നെ. എനിക്ക് തേങ്ങ മനസ്സിലാണല്ലോ. ഇത് ഏതാ വഴി? വീട് കണ്ടുപിടിക്കാൻ നടക്കണ കാര്യമില്ല. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീടൊക്കെ കുറേ 200 കിലോമീറ്റർ മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് നടന്നു പോയുള്ള ശേഷിയില്ല. നമ്മൾ പറന്നു വന്നു. അപ്പോൾ നമ്മുടെ അയനല്ല ഡയമണ്ട് ജസ്റ്റ് ഒഴിക്കട്ടെ. ആപ്പിൾ ഒഴിക്കട്ടെ, എല്ലാം ഒഴിക്കട്ടെ. ഇത് ഇപ്പം നമ്മുടെ മൈനിങ്ങനെ നമുക്ക് ക്രിയേറ്റീവിൽ പറഞ്ഞു തന്നു. ഇവനേതാ കഴിഞ്ഞ് ക്രിയേറ്റീവ് പറഞ്ഞു തന്നു. അത് നിങ്ങൾ നമുക്ക് അതിൻ്റെ ഇടയിൽ 2 കിട്ടിയിട്ടുണ്ടായി. പിന്നെ നമുക്ക് നാളെ നമ്മുടെ വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി നാളെ ആയിരിക്കും നമ്മൾ ഡയമണ്ട് ആർമറായി നിൽക്കാൻ പോകുന്നത്. അത് വേണ്ട, ഇപ്പോഴും ഡയമണ്ട് ആർമർ നോക്കട്ടെ. 29 മതിയാവില്ലേ? ഡയമണ്ട് കണ്ടുപിടിച്ചതൊക്കെയാണെങ്കിൽ
വുഡ് അവിടെ വുഡ് എടുക്കട്ടെ എടുക്കട്ടെ. പക്ഷെ നമുക്ക് വലിയ പ്രശ്നമുണ്ടായിട്ട് പറന്നാ വന്നത് അത് ഇവിടെ ഇത് വയ്ക്കാം. ഇത് കത്താത്തേ. ഓ ഡയമണ്ടിന് അങ്ങനെ തീയണ്ടല്ലോ. ഓ ഞാൻ മണ്ടല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഡയമണ്ട് കയ്യിലുണ്ട്. ടൂൾസ് എടുത്ത് കഴിഞ്ഞാൽ ആർമർ. അങ്ങനെ നമ്മൾ ഡയമണ്ട് ആർമർ. ഈ അയേൺ ആർമർ എന്ത് ചെയ്യും ഗൈസ്? ബാക്കി 4 ഡയമണ്ടേ ഉള്ളൂ കേട്ടോ. 28 എന്ന് പറഞ്ഞാൽ ബാക്കി 4 ഡയമണ്ടേ ഉള്ളൂ. ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ. ഒരു 28 ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വീഡിയോ. ബാക്കി 4 ഡയമണ്ടേ ഉള്ളൂ. ഡയമണ്ട് വെച്ചാൽ നമുക്ക് ഇനിയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇതിനി നമുക്ക് ഈ ആർമർ വല്ല ചാവാനുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ആർമർ വേണ്ട. അല്ലാണ്ട് ഡയമണ്ട് ആർമർ ഇട്ടിങ്ങനെ പട്ടിക്ക് കൊടുക്കാന്നുള്ള പരിപാടി നടക്കണില്ല, നടക്കൂല. കാരണം ഹാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അതൊക്കെ ഓട്ടെ. സ്റ്റിക്ക് എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഡയമണ്ട് ആർമറായി. എവിടെ 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 പോയത്? അപ്പോൾ ഗായ്സ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറായി പാർട്ട് 3 തന്നെ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? ബൈ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം.